മനോരമയുടെ തെറ്റായ വാർത്തയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ ഇത്രയൊക്കെ എഴുതിയിട്ടും ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തന്ന മറുപടി കണ്ടില്ലേ എന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ ചോദിച്ചു. അപ്പോൾ ആളുകൾ ഇല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വായിച്ചാൽ തോന്നുക. കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയുടെ തുടക്കത്തിലാണ് മനോരമയുടെ വാർത്തയെക്കുറിച്ച് മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കുടുംബത്തിനും സർക്കാരിനുമെതിരെ ഓരോ ദിവസവും ഓരോ വ്യാജ വാർത്തകളുമായാണ് മനോരമ എത്തുന്നത്. മുഖാമുഖം പരിപാടിക്ക് ആളെ കൂട്ടാൻ പെടാപ്പാടെന്ന മനോരമ വാർത്തയുടെ പൊള്ളത്തരം മുഖ്യമന്ത്രി തുറന്നുകാട്ടി. പരിപാടി കവർ ചെയ്യാൻ വരുന്ന റിപ്പോർട്ടർമാർ ജനപങ്കാളിത്തം കാണുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവർക്ക് വ്യാജ വാർത്ത നൽകേണ്ടി വരുന്നു. ഒരു ഹാളിൽ ആളെ കൂട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് ഈ എഴുതിയ റിപ്പോർട്ടർക്ക് അറിയാത്തതല്ലാതെ. പക്ഷെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതിപ്പിക്കുകയാണല്ലോ ഈ മാനേജ്മെൻറ്റ്. ഒരു തരം പ്രത്യേക മനസ്ഥിതിയോടെ ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടില്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നന്നാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പറയല്ല, നന്നാവില്ല എന്ന് മനസ്സിലാക്കി തന്നെ പറയുകയാണ്. എന്നാൽ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ എഴുതിയിട്ടും ജനങ്ങൾ പ്രതികരിക്കുന്നത് കണ്ടില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇന്നലെ പുറത്തുവന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണെന്ന് ഇന്നലെ കണ്ടില്ലേ? അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ? ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്. ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനെങ്കിലും ഇത്തരം മാധ്യമങ്ങൾക്ക് കഴിയണ്ടേ? വീണ വിജയൻ SFIO ഓഫീസിൽ ഹാജരായി എന്ന വ്യാജ വാർത്ത മനോരമ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. വീണയ്ക്ക് വിദേശത്ത് ഓഫീസുണ്ടെന്ന തെറ്റായ വാർത്തയും അതേ പത്രത്തിൽ തന്നെയാണ് അച്ചടിച്ചു വന്നത്. ഇന്നിപ്പോൾ മുഖാമുഖത്തിന് ആളെ കൂട്ടാൻ പെടാപ്പാടെന്ന കള്ളവാർത്ത നൽകിയപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.